ആന്റി പ്ലീസ്. ഹലോ ആന്റി, എന്ത് പണിയായി കാണിച്ചത്? അതിനു വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ആന്റി ഇപ്പൊ എവിടെയുള്ളത് അത് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. വേണ്ട മോളെ, എന്നെ വിട്ടേക്ക്, ഞാൻ പൊയ്ക്കൊള്ളാം. പോവാനോ? അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? ദയവ് ചെയ്ത് എന്നെ കുറിച്ച് ഇനി ആലോചിക്കരുത് മോളെ. അവിടെ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കണം, അതിലപ്പുറം ഒന്നുമില്ല എനിക്ക്. ആന്റി പോയാ ഇവിടെ എല്ലാവർക്കും സന്തോഷാവൂന്ന് കരുതുന്നുണ്ടോ? ഞാൻ എന്തൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തതാണെന്നറിയോ? അതൊക്കെ ഓർത്തിട്ട് തന്നെയാ ഞാൻ ഇറങ്ങിപ്പോന്നത്. അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല മോളെ. ഗൗതം ഒന്നും അറിയരുത്. ആയിക്കോട്ടെ, ഗൗതം ഒന്നും അറിയുന്നില്ല. ആന്റി തിരിച്ചു വന്നേ പറ്റൂ. അവിടെ നടക്കുന്നത് ഓരോന്നായിട്ട് ഞാൻ കണ്ടതല്ലേ. രഹസ്യങ്ങൾ പലതും ഓരോന്നോരോന്നായിട്ട് പുറം ലോകം അറിയാ. ഇനി ഇതുകൂടി അറിഞ്ഞ, ഞാൻ ആരാണെന്നറിഞ്ഞ ഈശ്വരമംഗലം ആകെ തകർന്നു പോവും മോളെ. മോൾ ആലോചിക്കുന്നത് മോളുടെ മാത്രം കാര്യമാണ്. ഗൗതമിന് സന്തോഷാവൂന്ന് വിചാരിച്ചിട്ടാണ് ഞാനാണ് അമ്മയെന്ന് ഗൗതമിനെ അറിയിക്കാൻ പോകുന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്റെ പാർവതിയായിരിക്കും, അതറിയോ? ഞാൻ എല്ലാം തുറന്നു പറയാമെന്ന് ആലോചിച്ചത് ആന്റിക്ക് വേണ്ടിയാ, ഗൗതമിന് വേണ്ടിയാ. നിങ്ങൾ അമ്മയും മകനുമാണെന്ന് ഗൗതമെങ്കിലും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതറിയാതിരിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഈശ്വരമംഗലം വിട്ടിറങ്ങിയത്. ആന്റി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എനിക്കങ്ങനെ ചിന്തിച്ചേ പറ്റൂ. എന്നേക്കാൾ എനിക്ക് വലുത് പാർവതിയുടെ സന്തോഷ. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നും എനിക്ക് നേടാനില്ല.